ചില സംസ്ഥാനങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ പടിവാതിലിൽ എത്തി നിൽക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ച് പ്രബല നേതാക്കന്മാരുടെയും അണികളുടെയും ഒരു കുത്തൊഴുക്ക് BJPയിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ്. BJP ഇപ്പോൾ അംഗത്വ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയും JMM നേതാവുമായ ശ്രീമാൻ ചമ്പായി സോറൻ BJP അംഗത്വം സ്വീകരിച്ചത്. ജാർഖണ്ഡിൽ അദ്ദേഹത്തോടൊപ്പം ആയിരക്കണക്കിന് നേതാക്കന്മാരും അണികളുമാണ് BJPയിൽ വന്നു ചേർന്നത്. ഹരിയാനയിൽ JJPയിൽ നിന്ന് നേതാക്കന്മാരുടെ ഒരു കുത്തൊഴുക്കാണ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഹരിയാനയിലെ MLA, മുൻ മന്ത്രി, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങി അനേകായിരം പേർ കഴിഞ്ഞ ദിവസം BJPയിൽ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയും മറ്റു സംസ്ഥാനങ്ങളിലും അനേകായിരം പേർ BJPയുടെ അംഗത്വം കാത്തിരിക്കുന്നു. എന്താണ് ഇപ്പോഴും ഇവരെ BJPയിലേക്ക് ആകർഷിക്കുന്ന ഘടകമെന്ന് ചിന്തിക്കുമ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കും, രാജ്യത്തിൽ വികസനം കൊണ്ടുവരുവാൻ പ്രതിജ്ഞാബദ്ധമായ ഏക പാർട്ടി BJPയാണ്. അത് നടപ്പിലാക്കുവാൻ കഴിവുള്ള ഒരൊറ്റ ലോകാരാധനായ നേതാവ് നരേന്ദ്രമോദിയുമാണ് എന്നതാണ് ഈ ഘടകങ്ങളത്. 60 വർഷങ്ങൾക്കിപ്പുറം ഒരു കക്ഷി 3 തവണ തുടർച്ചയായി ഭരിക്കുന്നുവെങ്കിൽ അത് BJPയുടെ മേന്മ തന്നെയാണ്. ഇതിനു മുമ്പ് കോൺഗ്രസ് 3 തവണ തുടർച്ചയായി ഭരിച്ചപ്പോൾ അവരെ വെല്ലുവിളിക്കാൻ മറ്റ് കക്ഷികളുണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് മറ്റൊരു കക്ഷിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തൊരവസരമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഈ അവസരത്തിലും BJP എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ച് സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ BJP മാത്രമാണ് ഒരേ ഒരു ആശ്രയം എന്ന് ഈ നേതാക്കന്മാർ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. 20 സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം ഭരിക്കുമ്പോൾ അതിൽ 13 BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളാണ്. കേരളം പോലെയുള്ള ബാലികേറാമല എന്ന് BJP കരുതിയിരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ BJPക്ക് ബാലികേറാമലയാണെന്ന് വിശേഷിപ്പിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും പാർലമെൻറ്റിലേക്ക് അക്കൗണ്ട് തുറക്കുവാൻ സാധിച്ച ഈ വേളയിൽ BJP ഒരാശാനാളമായി കുടികൊള്ളുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ നരേന്ദ്രമോദിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത, ഇപ്പോൾ ബ്രൂണയിലും സിംഗപ്പൂരിലും ചെന്നപ്പോൾ അവിടുത്തെ ജനപ്രീതി, യുദ്ധം നടക്കുന്ന റഷ്യയ്ക്കും യുക്രൈനും ഇടയിലൊരു നയതന്ത്രജ്ഞനായി തന്ത്രപ്രധാനമായ റോൾ വഹിക്കുവാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ആ ലോക വിജയം, ഇതൊക്കെ മറ്റു കക്ഷികളുടെ കണ്ണഞ്ചിപ്പിക്കുകയാണ്. അവർ BJPയിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഭാരതം BJPയുടെ കൈകളിലാണ്. ഇനി വരുന്നത് BJPയുടെ മാത്രം കാലമാണ് എന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു.